ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ആശാസമരം ഇന്നേക്ക് 43-ാം ദിനത്തിലാണ്. പട്ടിണി സമരം 5-ാം ദിവസവും. ആശമാർക്ക് ഐക്യദാർഢ്യവുമായി എത്തിയവർ ഇന്ന് കൂട്ട ഉപവാസത്തിലാണ്. UDF ആശമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചെത്തിയപ്പോൾ ഭരണപക്ഷം ആവർത്തിച്ച് ചോദിച്ചത് INTUC എവിടെയെന്നതായിരുന്നു. ഒടുവിൽ അവരെത്തിയിട്ടുണ്ട്. പക്ഷേ സമരത്തെ തള്ളിക്കൊണ്ടാണെന്ന് മാത്രം. 2016-ൽ ആശമാരുടെ ഓണറേറിയം 1000 രൂപയാക്കുന്നതും പിന്നീട് ഇടത് സർക്കാർ 7000 രൂപ വരെ ഓണറേറിയം കൂട്ടിയതുമൊക്കെ INTUCയുടെ കൂടെ ശ്രമഫലമായിട്ടാണ്. പക്ഷെ അവിടെ കൊണ്ട് നിർത്തി. ഇനി അങ്ങോട്ട് പോരാട്ടം കേന്ദ്രത്തോട് മാത്രം മതിയത്രേ. ആശാവർക്കർമാർക്ക് വേണ്ടത് സ്ഥിരവേതനമാണ്. അത് നടപ്പാക്കേണ്ടത് കേന്ദ്രമാണ്. അതുകൊണ്ട് 43 ദിവസമായുള്ള സമരം റീൽസിന് വേണ്ടിയുള്ള സമരമായിട്ടാണ് INTUCക്ക് തോന്നുന്നത്. ആരോഗ്യരംഗത്തെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് KV തോമസ് ഇന്ന് കേന്ദ്രത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആശാ വിഷയം പറയാൻ തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് തോമസ് മാഷ് പറയുന്നത്. അങ്ങനെ അവഗണിച്ചും അധിക്ഷേപിച്ചും മുന്നോട്ടു പോകുന്ന നിസ്സംഗ സർക്കാരോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ഇടത് സഹയാത്രികൻ റിജി ലൂക്കോസ്, കാർത്തിക് ശശി INTUC യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റാണ്, S മിനി ആശാവർക്കർ, പ്രമോദ് ആശാവർക്കർ സമരസമിതി നേതാവ്, പ്രമോദ് പുഴങ്കര രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം മിനി, ഇന്നേക്ക് 43-ാം ദിവസമാണ്. പട്ടിണി സമരം 5-ാം ദിവസവും. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി കൂട്ട ഉപവാസത്തിന് കൂടുതൽ പേർ എത്തിയിട്ടുണ്ട്. പക്ഷേ തൊഴിലാളി സംഘടനകൾക്ക് നിങ്ങളോടുള്ള സമീപനം എന്താണ്? ഇപ്പോൾ CITU അവരുടെ സമീപനം കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ INTUC ഇത്രകാലം മൗനത്തിലായിരുന്നു. ഇന്നിപ്പോൾ ലേഖനത്തിലൂടെയാണ് അവരുടെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡ് വളരെ ന്യായമാണ്. ഇപ്പോൾ ഏതൊരു തൊഴിലാളി സംഘടനയാണെങ്കിലും അവരൊരു വിഷയത്തെ സംബന്ധിച്ച്, ഒരു പ്രത്യേക തൊഴിലാളി വിഭാഗത്തെ സംബന്ധിച്ച് അവരുന്നയിക്കുന്ന ഡിമാൻഡും അവരുന്നയിക്കുന്ന സമരങ്ങളും അത് ന്യായമാണെന്ന് മറ്റുള്ള ആളുകൾ പറയണമെന്ന ഒരു നിർബന്ധവുമില്ല. അത് പറയേണ്ടതാണ്. തൊഴിലാളികളുടെ ക്ഷേമം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു തൊഴിലാളി ഐക്യം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ എന്തായാലും സാധാരണഗതിയിൽ അങ്ങനെ നമ്മൾ കണ്ടുവരാറില്ല. അതുകൊണ്ട് തന്നെ ഈ സമരവുമായി ഞങ്ങൾ ഇവിടുത്തെ ആരംഭിക്കുമ്പോൾ ഫെബ്രുവരി 10-ാം തീയതി ഞങ്ങളിത് രാപ്പകൽ സമരം പ്രഖ്യാപിച്ച് ഇവിടേക്ക് വരുമ്പോൾ ഞങ്ങളെ പിന്തുണച്ച ആരും തന്നെ നിലവിലുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് സമരം മുന്നോട്ട് പോകവെയാണ് പല ആളുകളും പല സംഘടനകളും ഇതിനെ പിന്തുണച്ച് വന്നിട്ടുള്ളത്. ശരിയാണ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റ് സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ പിന്തുണച്ച് വരേണ്ടതാണ്. ഒരു സംഘടന പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ആ ഡിമാൻഡുകളുമായി യോജിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ യോജിക്കാത്ത സംഘടനകൾ മാറി നിൽക്കുന്നത് വ്യത്യസ്ത കാരണങ്ങളിലാണ് ഓരോ സംഘടനയും മാറി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ പൊതുവിൽ കാണുന്നത് ഭരിക്കുമ്പോൾ അവരുടെ ഭരണപക്ഷത്തിൽപ്പെട്ട ട്രേഡ് യൂണിയനുകൾ അതിനെ സമരം നടത്താനോ അല്ലെങ്കിൽ സമരം നടത്തുന്ന ആളുകളെ എതിരെ നിൽക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കാണാറുണ്ട്. അതല്ലെങ്കിൽ അവരുടെ വർഗ താല്പര്യമാണ് അവിടെ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചത് പാവപ്പെട്ട തൊഴിലാളികളുടെ പ്രശ്നമാണ്. അപ്പോൾ അവിടെ സാധാരണഗതിയിൽ പിന്തുണച്ചേണ്ടി വരേണ്ട ആളുകൾ CITU ആണ്. കാരണം തൊഴിലാളി വർഗത്തിൻ്റെ പക്ഷം പറയുന്ന ആളുകൾ അവരാണ്. INTUC അങ്ങനെ വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ എന്നിരുന്നാലും അവർ തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. അവരങ്ങനെ വരേണ്ടതാണ്. അവർ വരുന്നില്ല. വരാത്തതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ വന്നില്ലെന്ന് വിചാരിച്ച് CITO, INTUCO, BMSO പോലുള്ള യൂണിയനുകൾ ഈ സമരത്തെ പിന്തുണച്ചില്ല എന്നതിൻ്റെ അർത്ഥം ഈ സമരം അന്യായമാണെന്നല്ല. ഈ സമരം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് തികച്ചും ന്യായമാണ്. മറ്റെന്തൊക്കെയോ കാരണങ്ങളാൽ അവർക്കതിനെ പിന്തുണയ്ക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നുള്ളൂ. നിങ്ങളുടെ ഭാഗമാകാൻ തയ്യാറാകാത്ത മറ്റെന്തോ കാരണങ്ങൾ എന്താണെന്നാണ് മിനി കരുതുന്നത്? നിങ്ങൾക്ക് വേണ്ടത് സ്ഥിരവേതനമാണ്. സ്ഥിരവേതനത്തിനു വേണ്ടി നിങ്ങൾ ഒരു സമരം നടത്തുന്നില്ല. പകരം നിങ്ങൾ ഓണറേറിയത്തിന് വേണ്ടി, ഓണറേറിയം എന്നാൽ ഒരു സമ്മാന പൊതി എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്, ആ സമ്മാന പൊതിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണ് INTUCയുടെ ഈ നിലപാടിന് കാരണം? അപ്പോൾ മറ്റെന്തോ കാരണം എന്ന് പറയുന്ന ആ കാരണം എന്താണെന്ന് എനിക്ക് തോന്നുന്നു. INTUC എങ്ങനെയാണ് ഈ തൊഴിലാളികളെ അഡ്രസ്സ് ചെയ്യുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ നിരവധി ഇപ്പോൾ 43 ദിവസമായി ചർച്ച ചെയ്യുന്നത് പോലെ ഈ തൊഴിലാളികൾ, ഈ ആളുകൾ, അല്ലെങ്കിൽ ഈ വിഭാഗക്കാർ, ആശാവർക്കർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അവരവരുടെ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓണറേറിയം കൊടുക്കാൻ സംസ്ഥാന സർക്കാരുകൾ നിർബന്ധിതമാകുന്നത്. വിരമിക്കൽ ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ കൊടുക്കണമെന്ന് പറയുന്നത് അഥവാ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തിനാണ് INTUC എന്ന് കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ 10 വർഷം മുമ്പാണ് അവർ കേരളത്തിൽ UDF ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കേവലം 500 രൂപ മാത്രമായിരുന്നു ഓണറേറിയം. അന്ന് നിർബന്ധിതമായൊരു സേവനമല്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് നിലപാടില്ലാത്തതാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്.
എനിക്ക് മറ്റൊരു കാരണവും എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ INTUCയുടെ മറ്റു ചില വിഭാഗങ്ങൾ മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ചില വിഭാഗം INTUC നേതാക്കൾ ഞങ്ങളുടെ സമരപ്പന്തലിൽ വന്നിരുന്നു, പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു, ഒപ്പമുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ INTUCയുടെ സംസ്ഥാന ഘടകം ഇതുവരെയും ഞങ്ങളെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. അത് തീർച്ചയായും INTUC നേതാക്കളിൽ നിന്നും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അവർ തന്നെ വ്യക്തമാക്കുന്നതാണ്. ശരി, നമുക്കിപ്പോൾ INTUCയുടെ പ്രതിനിധിയുണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിക്കാം. മിനി, കാർത്തിക് ശശിയാണുള്ളത്, INTUC യുവജന വിഭാഗം സംസ്ഥാന പ്രസിഡന്റാണ്. കാർത്തിക് ശശി, നിങ്ങൾക്ക് ഈ ആശാസമരം ശരിയായ സമരമായിട്ട് തോന്നുന്നില്ല എന്നാണ് നിങ്ങളുടെ പ്രതിനിധി എഴുതിയ ലേഖനത്തിൽ, നിങ്ങളുടെ തന്നെ മുഖമാസികയിൽ എഴുതിയ ലേഖനത്തിൽ, അനൂപ് മോഹൻ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ലൈക്കും ഷെയറും ഓണറേറിയവുമല്ല ആശാവർക്കർമാർക്ക് വേണ്ടത്, സ്ഥിരവേതനം എന്നാണ് പറയുന്നത്. 43 ദിവസമായി നടക്കുന്ന ഒരു സമരം, അത് നിരാഹാര സമരത്തിലേക്ക് നീങ്ങിയ ഒരു ഘട്ടത്തിൽ അതിനെ ഒരു ലൈക്കിനും റീലിനും വേണ്ടിയുമായിട്ടുള്ള ഒരു സമരമായിട്ട് തൊഴിലാളി സംഘടനയ്ക്ക് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒന്ന്, INTUCയെ സംബന്ധിച്ചിടത്തോളം INTUC സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയിരുന്നതാണ്. INTUCയുടെ യുവജന വിഭാഗം അല്ലെങ്കിൽ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എഴുതിയ ലേഖനത്തെയാണ് ഇപ്പോൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് SUCIയുടെ തൊഴിലാളി സംഘടനയായിട്ടുള്ള AUTUC സമരം നടത്തുന്നുണ്ട്. ആശാ വർക്കർമാരുടെ സമരത്തെ ഒരു കാരണവശാലും INTUC എവിടെയും തള്ളിപ്പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആശാ വർക്കർമാരുടെ സമരം ഏത് തൊഴിലാളി സംഘടന, ആശാ വർക്കർമാരുടെ എന്നുള്ളതല്ല, ഇന്ത്യ രാജ്യത്തെ സ്കീം വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഏത് സമരം, ഏത് തൊഴിലാളി സംഘടന ഉയർത്തിക്കൊണ്ടുവന്നാലും അത് ന്യായമാണ്, അതിനെ ഒരു കാരണവശാലും ഞങ്ങൾ തള്ളിക്കളയില്ല. എന്നാൽ ഇവിടെ പറഞ്ഞത് INTUCയുടെ നിലപാടിൽ കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, SUCIയുടെ തൊഴിലാളി സംഘടനയായിട്ടുള്ള AUTUC എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും INTUC ഉൾപ്പെടെയുള്ള മുഴുവൻ ട്രേഡ് യൂണിയനുകളും ഉൾപ്പെടുന്ന പ്ലാറ്റ്ഫോമിലുള്ള സംഘടന തന്നെയാണ് AUTUC. അപ്പോൾ ഒന്ന്, AUTUC സ്വാഭാവികമായിട്ടും ഇത്തരമുള്ള ഒരു സമരത്തിലേക്ക് നിലപാട് പറയാവുന്നതാണ്. INTUC ഉൾപ്പെടെയുള്ളവരോട് അത് പറഞ്ഞിട്ടുണ്ടോ, ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒന്ന്. രണ്ട്, INTUCയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി പറയുന്നു, ഞങ്ങൾ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള സമരം 2019 മുതൽ ആരംഭിച്ചതാണ്. അത് നിരന്തരമായി സമരങ്ങൾ നടന്നു വരുന്നു. 2025 ഫെബ്രുവരി 8-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളത്ത് അവകാശ പ്രഖ്യാപന സമര കൺവെൻഷൻ നടന്നതാണ്. തുടർന്ന് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സമരം നടന്നതാണ്. തുടർന്ന് ഓരോ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലും നമ്മൾ സമരം നടത്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഞങ്ങൾ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വരികയാണ്. ഞങ്ങൾ അതിൽ ഉന്നയിക്കുന്നത് ഇപ്പോൾ ആമുഖമായിട്ട് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞത് INTUC ഇതുവരെ കണ്ടില്ല, INTUC സമരത്തിൽ. തെറ്റാണ്. മാധ്യമങ്ങൾ അത്തരത്തിൽ സമരവുമായി INTUCയോ അല്ലെങ്കിൽ കോൺഗ്രസോ ഒക്കെ നടത്തുന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുക്കുന്നില്ല എങ്കിൽ അത് ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങൾ നിരന്തരമായിട്ടുള്ള സമരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഓണറേറിയം എന്നതിന് അപ്പുറത്തേക്ക് ഇവർ ഇത്രയും വർഷമായിട്ട് 18 വർഷത്തിലായിട്ടും 27 വർഷം, അതായത് NHM എന്ന് പറയുന്ന പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യ പ്രവർത്തകരായിട്ട് ജോലി ചെയ്തവർ ഉൾപ്പെടെയുള്ളവർ ഈ സംവിധാനത്തിലുണ്ട്. അപ്പോൾ ഓണറേറിയം എന്നതിനപ്പുറത്തേക്ക് സർവീസ് റൂളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ഥിരമായിട്ടുള്ള വേതനം നൽകണമെന്നുള്ളതാണ് INTUC മുമ്പോട്ട് വെക്കുന്നത്. ശരി, അങ്ങനെ ഒരു സമരത്തിലേക്ക് നിങ്ങൾ ഈ ഘട്ടത്തിൽ കടന്നില്ലല്ലോ. ഒരു മിനിറ്റ് കാർത്തിക്, ഈ ലേഖനത്തിൽ പറയുന്നത് 2011 ഞാനൊന്ന് വായിക്കട്ടെ, നിങ്ങളുടെ തന്നെ ലേഖനമാണല്ലോ. 2011 തന്നെ ഓൾ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് എന്ന പേരിൽ INTUC ആശാ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംഘടന രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. ശരി, 2011. 2016 ആശാ തൊഴിലാളികളുടെ ഓണറേറിയം ആദ്യമായി 1000 രൂപയായി വർദ്ധിപ്പിക്കുന്നതും INTUCയുടെ ശ്രമഫലമായിട്ടാണ്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സമ്മാനപ്പൊതി 1000 രൂപയാക്കിയത് നിങ്ങളുടെ കൂടെ ശ്രമഫലമായിട്ടാണ്. ഇടത് സർക്കാരിന് കീഴിൽ കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് ഈ സമ്മാനപ്പൊതി 7000 രൂപയായി വർദ്ധിപ്പിക്കാനും INTUC നേതൃത്വം നൽകുന്ന ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ഫെഡറേഷന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഓണറേറിയത്തിന് വേണ്ടിയുള്ള സമരം, ആവശ്യം ഉന്നയിക്കൽ ഒക്കെ ന്യായമാണ്. അതല്ലാതെ അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടാൻ ആവശ്യപ്പെടുമ്പോഴാണ് അത് അന്യായമായി മാറുന്നത്. ഇവിടെയല്ല ചോദിക്കേണ്ടത്, അവിടെയാണ് ചോദിക്കേണ്ടതെന്ന് വരുന്നത്. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ?
അതെ, അതായത് നമ്മൾ അറിയാലോ, ഓരോ കാലഘട്ടത്തിലും തൊഴിലാളി സമരങ്ങളായിക്കോട്ടെ, ഏത് സമരങ്ങളും ആയിക്കോട്ടെ, കാലഘട്ടവും അതിൻ്റെ മാറ്റവും അനുസരിച്ചിട്ട് തന്നെയായിരിക്കും മുദ്രാവാക്യങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നത്. 2019 മുതൽ INTUC സംസ്ഥാന കമ്മിറ്റി, അത് ഒരു വ്യക്തിപരമായിട്ടുള്ള തീരുമാനമല്ല, INTUCയുടെ സംസ്ഥാന കമ്മിറ്റി വളരെ സ്ട്രക്ചേർഡായിട്ട് കൂടിയെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് 2019 മുതൽ ഈ കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് INTUC ഓണറേറിയം എന്നുള്ളതല്ല, സ്ഥിരമായിട്ടുള്ള വേതനം ആശാ വർക്കർമാർ ചെയ്യുന്ന ജോലി നമ്മൾ ആലോചിച്ച് നോക്കൂ. JPHമാരും JHIമാരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ പോലും, അവർ ഭാരിച്ച ജോലികൾ പോലും അവർ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. പഴയതിൽ 2-2.5 മണിക്കൂറാണ് ജോലിയെങ്കിൽ ഇപ്പോൾ 18 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നവരുണ്ടെന്ന് ആശാ വർക്കർ സമരത്തിൽ നിന്നവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു കാലഘട്ടത്തിൻ്റെ തൊഴിലാളികളുടെ സംവിധാനത്തിൽ അല്ലെങ്കിൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ മാറ്റമുണ്ടാകുമ്പോൾ ആ മാറ്റത്തിൻ്റെ അനുസൃതമായിട്ട് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 6 വർഷമായി ഞങ്ങൾ ഓണറേറിയം എന്നതിനപ്പുറത്തേക്ക് മിനിമം ശമ്പളമെങ്കിലും, ഒരു ആരോഗ്യ മേഖലയിൽ 69,000 പേര് ജോലി ചെയ്യുന്നുണ്ട്, 29,000 പേര് മാത്രമാണ് ആശാ വർക്കർമാർ. ഈ 69,000 പേരുടെ ജോലി ഭാരം കൂടി വീതിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് മിനിമമായിട്ടുള്ള ശമ്പളം നമ്മൾ നൽകണമെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള നടപടിയല്ലല്ലോ. ഓണറേറിയത്തിനപ്പുറത്തേക്ക് ശമ്പളം വേണം എന്നുള്ളതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. സർവീസ് നിങ്ങൾ ഈ മുമ്പോട്ട് വെക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ആശമാർ ഓണറേറിയവുമായി ബന്ധപ്പെട്ട സമരം നടത്തുമ്പോഴാണ് നിങ്ങൾ ഈ മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങളായിട്ടൊരു സമരം നടത്തിയിട്ടില്ലെന്നേ ഇപ്പോഴൊന്നും. 2019 കാര്യം പറയണ്ട, നമ്മളിപ്പോൾ 2025 നിൽക്കുന്നത്. തെറ്റാണ്. ഞാൻ അതാണ് പറഞ്ഞത്. അല്ലല്ല, തെറ്റാണ്. 2019 സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുന്നത്. 2021 തുടർ സമരം നടന്നതാണ്. 21 ജില്ലാ കളക്ടറേറ്റിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടന്നതാണ്. 22 മന്ത്രിയുടെ വസതിയിലേക്ക് പരിപാടി നടത്തിയതാണ്. 22 തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തിയതാണ്. കൃത്യമായി 4 വഴിയാണ് ഞാൻ പറയുന്നത്. 25 ഫെബ്രുവരി 8 INTUC മറ്റൊരു സമരം പ്രഖ്യാപനം. അതിനുശേഷമാണ് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് AUTUCയുടെ സമരം ആരംഭിക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴും സമരത്തിലാണ്. അതിനുശേഷമാണ് 2025 ഫെബ്രുവരിയിൽ 14 ജില്ലകളിലേക്ക്, ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് സമരം നടന്നു. അതിനുശേഷം മുഴുവൻ പഞ്ചായത്തുകളിലേക്കും NHMOയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതേ വിഷയം ഉന്നയിച്ച് സമരം നടന്നു. ഇനി ഈ വരുന്ന 25 നമുക്കറിയാം, ആശാ വർക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ AUTUCയുടെ നടക്കുന്നുണ്ട്, INTUCയുടെ നടക്കുന്നുള്ളതാണ്. ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആരോഗ്യമന്ത്രി, ആരോഗ്യവകുപ്പ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവ് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അത് പിൻവലിച്ചുകൊണ്ട് നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യം എന്താണോ ആ ആവശ്യത്തിലേക്ക് എത്തണമെന്നുള്ളത് നിരന്തരം പറഞ്ഞിട്ടും എത്താത്തത് കൊണ്ടാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്കാണ് 25 INTUC സംസ്ഥാന കമ്മിറ്റി സമരം. 25 നിങ്ങളുടെ മുഹൂർത്തം. ഒരു മിനിറ്റ് കാർത്തിക്, ഈ 9 വർഷത്തിനിടയ്ക്ക് നിങ്ങളുടെ തൊഴിലാളി സംഘടന ഇവിടെ കേരളത്തിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തിയ, സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയ സമരങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? 21 സമരങ്ങൾ. ഞാൻ പറയല്ലോ, ഈ സമരങ്ങളെല്ലാം പിന്നെ സംസ്ഥാന സർക്കാരിനെതിരെയല്ലേ നടക്കുന്നത്. 2019 തൊട്ട് ആശാ വർക്കറുമായി ബന്ധപ്പെട്ട് നടന്ന 8 സമരങ്ങളുടെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 21 സമരങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ INTUC നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രതിപക്ഷ സംവിധാനത്തിൽ വേറെ ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ പറയുന്ന ആശമാർക്ക് നീതി നടപ്പാക്കി കൊടുക്കേണ്ട കേന്ദ്രം എന്നാണല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടത്തിയത്? അല്ലല്ല, ഒന്നുമല്ല, കേന്ദ്രവും സംസ്ഥാന സർക്കാരും ഇതിൽ തുല്യ ഒരുപോലെ തന്നെ കുറ്റക്കാരാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ആശാ സമരം റീൽസിന് വേണ്ടിയുള്ള സമരമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അത് തെറ്റാണ്. അതാ പറയുന്നത്. ഇതൊക്കെ നമ്മൾ പുതിയൊരു കാലഘട്ടം, സത്യാനന്തര കാലഘട്ടത്തിലെ പ്രശ്നം ഇതാണ്. നമ്മൾ വ്യാഖ്യാനം അത് ശരിയല്ല. നിങ്ങളുടെ ലേഖനം എന്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ ലേഖനം, നിങ്ങളുടെ എന്ന് പറയുമ്പോൾ കാർത്തികിന്റെ ലേഖനമല്ല, അനൂപ് മോഹന്റെ ലേഖനം എന്റെ കയ്യിലുണ്ട്. സമര കേരളത്തിന്റെ കപടത എന്ന് പറഞ്ഞുകൊണ്ടുള്ള പാരഗ്രാഫ്. ഇവിടെ സമരം നടത്തിയ ശ്രീജിത്തുമായി ബന്ധപ്പെട്ടാണല്ലോ. ശ്രീജിത്തിന്റെ സമരത്തെ എങ്ങനെയാണ് കേരളം ആഘോഷിച്ചത്, അതിൽ കപടത, അതിൽ ലൈക്ക്, ഷെയർ, റീച്ചും തേടുകയാണ്, പുതിയ മേച്ചിൽ പുറന്തേടുകയാണ്. അതൊക്കെ പറഞ്ഞ് അതിന്റെ അവസാന ഭാഗത്തേക്ക് സമരം ഒരു കൂട്ടയോട്ട മത്സരമല്ല, മറിച്ച് താൻ ഉൾപ്പെടുന്ന വ്യവസ്ഥയിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കാണ്. സ്വയം അപകടത്തിൽപ്പെടുത്തിക്കൊണ്ടാണ് ഒരാൾ സമരത്തിന്റെ ഭാഗമാകുന്നത്. അതുകൊണ്ട് തന്നെ സമരത്തിന്റെ ഭാഗമാകുന്ന ഏതൊരാൾക്കും സമരത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചും സമരം ചെയ്യുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതായത് ഒരു ധാരണയില്ലാതാണ് ആശമാർ സമരം ചെയ്യുന്നത്. അതൊരു ഭാരിച്ച ഉത്തരവാദിത്വം കൂടിയാണ്.
സമരം അല്ലല്ല അടുത്ത വരി അതിൽ ഭാരിച്ച ഉത്തരവാദിത്വം കൂടിയാണ്. സമരം റീൽസിന് വേണ്ടിയല്ല, ജീവിതത്തിന് വേണ്ടിയാണെന്ന ബോധ്യം ശ്രീജിത്തിന്റെ സമരത്തിലായാലും ആശാവർക്കന്മാരുടെ സമരത്തിലായാലും പങ്കെടുക്കുന്നവർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇതാണ് നിങ്ങളുടെ ബോധ്യം, നിങ്ങൾ എഴുതി വെച്ചതാണ്. അതെ, അതായത് സമരം നിയന്ത്രിക്കുന്ന ശ്രദ്ധിക്കൂ, അതാ ഞാൻ പറയാം, തെറ്റായി വ്യാഖ്യാനിക്കരുത്. തെറ്റായി വ്യാഖ്യാനിക്കരുത്. സമരം നടത്തുന്നവർക്കോ സമരവുമായി ബന്ധപ്പെട്ടവരുടെ കാര്യമല്ല പറയുന്നത്. പലപ്പോഴും വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങളില്ലാതെ സമരത്തിലേക്ക് പോകുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് കേരളത്തിൽ എന്തുകൊണ്ട് അവരുടെ പട്ടിണിയാണ് അവരെ സമരത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. വീടിൽ അടുപ്പ് പുകയാനാണ് ഇപ്പോൾ അവർ പട്ടിണി സമരത്തിൽ ഇരിക്കുന്നത്. അവർ ഓരോരുത്തർക്കും അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ്. അതിൽ നന്നായി സംസാരിക്കാൻ കഴിയുന്നവരുണ്ട്, നന്നായി സംസാരിക്കാതെ അറിയാൻ മാത്രം അറിയുന്നവരുണ്ട്. ഈ തരത്തിൽ വാചാലരായി സംസാരിക്കാൻ കഴിയുന്നവരും തീരെ സംസാരിക്കാൻ കഴിയാത്തവരും ഒക്കെ അവർക്കിടയിലുണ്ട്. ഒരു കാരണവശാലും ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരിക്കലും സമരം ചെയ്യുന്നതോ അല്ലെങ്കിൽ സമരം തെറ്റാണെന്നോ ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അവിടെയുള്ള ഞങ്ങളുടെ ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് ഓണറേറിയം അല്ല, വേതനമാണ്. നിങ്ങൾക്ക് ആ സമരം ഒരു തെറ്റായ സമരമല്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആരെ സഹായിക്കാനാണ് കാർത്തിക് നിങ്ങൾ ആരെ സഹായിക്കാനാണ് ഈ ലക്കത്തിലെ തൊഴിലാളി ലൈക്കും ഷെയറും ഓണറേറിയവും അല്ല ആശാവർക്കർമാർക്ക് വേണ്ടത് സ്ഥിരവേതനം എന്ന തലക്കെട്ടിൽ ഇങ്ങനെ ഒരു ലേഖനം കൊടുത്തത് ആരെ സഹായിക്കാനാണ്? സ്ഥിരവേതനമാണ് വേണ്ടത്. അതെ അല്ലേ, സ്ഥിരവേതനം അല്ലേ, ലൈക്കും ഷെയറും ഓണറേറിയവും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ലേഖനം എഴുതിയത് ഇപ്പോൾ ആരെ സഹായിക്കും? കാർത്തിക് പറയൂ, ആരെ സഹായിക്കും? ആശമാരെ സഹായിക്കും. വളരെ കൃത്യമായിട്ട് ആശാ വർക്കർമാരെ തന്നെ സഹായിക്കും. ആശാ വർക്കർമാരുടെ വേതനവുമായി ബന്ധപ്പെട്ട് അതിൽ സ്ഥിരമായിട്ടുള്ള വേതനം എന്ന് പറയുന്നതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താതെ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിൻവലിയത്തില്ല എന്നുള്ളത് ആയിരക്കണക്കിന് ആൾക്കാർ കാണുമ്പോൾ ഉറപ്പ് നൽകുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഉറപ്പ് നൽകുകയാണ്. എന്താണ് ഉറപ്പ്? എന്തുറപ്പാണ്? നിങ്ങൾ എവിടെയാണ് സമരം ഇരിക്കുന്നവർക്കൊപ്പം അല്ലല്ലോ. ഒരു കാരണവശാലും ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെ നിങ്ങൾ അവർക്കൊപ്പം അല്ലല്ലോ ഇരിക്കുന്നത്. കേട്ടില്ല? നിങ്ങൾ അവർക്കൊപ്പം സമരം ഇരിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ അവർക്കൊപ്പം. AAUTUC ഞങ്ങളുടെ സമരപാതയിലാണ്. AAUTUC എന്ന് പറയുന്ന ഒരു തൊഴിലാളി സംഘടനയാണ്. അവരുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ സമരപാത എവിടെയാണ്? കണ്ടില്ല. INTUC മറ്റൊരു തൊഴിലാളി സംഘടനയാണ്. കണ്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഹസൻ പോലും കണ്ടില്ല. ഇത്ര എണ്ണിയാണ് ഞങ്ങൾ സമരത്തിൽ പറഞ്ഞത്. എണ്ണി പറഞ്ഞിട്ട് കാര്യമില്ല, ഹസൻ പോലും കണ്ടില്ലെന്നേ. അദ്ദേഹം കണ്ടില്ല എന്നല്ലോ പറഞ്ഞത്. അദ്ദേഹം നിങ്ങളുടെ നിലപാട് ശരിയല്ല. സമരത്തെ തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഈ ആശാ സമരവേദിയിലേക്ക് എല്ലാ നേതാക്കളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന നടപ്പാക്കി കൊടുക്കേണ്ട, ആത്യന്തികമായി ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ട BJP നേതാക്കൾ പോലും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങളെ അവിടെ കണ്ടിട്ടേ, നിങ്ങളൊരു തൊഴിലാളി സംഘടനയാണല്ലോ, നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ. ഇതിൽ ചില കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നു, ചില കാര്യങ്ങളോട് യോജിപ്പില്ല. ശരി, അങ്ങനെയാണെങ്കിലും ഒരു ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് അവിടെ എത്താമല്ലോ. നിങ്ങളെ കണ്ടേയില്ല അവിടെ. അല്ല, ഞാൻ പറഞ്ഞ അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളികളുടെ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്. അതിൽ ഉത്തരവാദിത്തപ്പെട്ട AAUTUCയുടെ നേതാക്കൾക്ക് എല്ലാം അറിയാവുന്നതാണ്. സംയുക്തമായിട്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ നൂറുകണക്കിന് സമരങ്ങൾ നടക്കുന്നതാണ്. AAUTUC ഇത്തരം ഒരു സമരത്തിലേക്ക് പോകുമ്പോൾ INTUC പോലെ അല്ലെങ്കിൽ ഈ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഞങ്ങൾ കൂടി പങ്കെടുക്കണമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞാൽ മതി. ഒന്ന്. രണ്ട്, ഞാൻ പറഞ്ഞു ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യവും AAUTUC ഉയർത്തുന്ന മുദ്രാവാക്യവും ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എവിടെയും സമരത്തെ തള്ളി പറഞ്ഞിട്ടില്ല. ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള CITUവിന്റെയും INTUCയുടെയും മുദ്രാവാക്യം ഒന്നുമല്ല. CITU പറയുന്ന തരത്തിൽ CITU ആശാ വർക്കർമാരുടെ AAUTUCയുടെ സമരത്തേക്ക് ഡീമോറലൈസ് ചെയ്ത് സംസാരിച്ച ഭാഷയിലൊന്നും ഞങ്ങൾ ഒരു കാരണവശാലും സംസാരിക്കില്ല. അത് വളരെ മോശമാണ്, അത് അരാഷ്ട്രീയമാണ്, അത് തൊഴിലാളി വിരുദ്ധമാണെന്ന് തന്നെയാണ് INTUCയുടെ നിലപാട്. ഈ ലേഖനത്തിലെ എല്ലാ വാചകങ്ങളും ശരിയാണ് എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഒരു ലേഖനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയുടെയും അഭിപ്രായം പറയാനുള്ള സ്ഥലമാണോ? അങ്ങനെയാണോ?
അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് അല്ലെ. INTUC യങ് വർക്കേഴ്സ് കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റും KPCC നയരൂപീകരണ ഗവേഷണ വിഭാഗം യൂത്ത് കൺവീനറുമാണ് അനൂപ് മോഹൻ അല്ലേ? അല്ല, അനുമോഹനെ തള്ളി പറയേണ്ട ആവശ്യമൊന്നും ഇതിലില്ല. ഞാൻ പറഞ്ഞല്ലോ, സംഘടനാപരമായിട്ടുള്ള INTUCയുടെ സംഘടനാപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഓണറേറിയമല്ല, വേതനമാണ് വേണ്ടത്, സർവീസ് റൂളാണ് ആപ്ലിക്കബിൾ എന്നാൽ ആക്കേണ്ടത്. കാർത്തിക് ശശി, ഞാൻ ഇന്നത്തെ ഒരു വാർത്ത വായിക്കാം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അനുമതിയിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട വാർത്തയിൽ അതിൽ പ്രോസിക്യൂഷൻ അനുമതി സംസ്ഥാന സർക്കാർ നിഷേധിച്ചു എന്ന വാർത്തയാണ്. കേസിലെ പ്രതികൾ ആരൊക്കെയാണ്? മുൻ MD K രതീഷ്, INTUC നേതാവ്, സംസ്ഥാന അധ്യക്ഷനുമായ ചന്ദ്രശേഖരനാണ് കേസിലെ മൂന്നാം പ്രതി. കോട്ടയത്തെ ഒരു ഇറക്കുമതി സ്ഥാപനവുമായി ചേർന്ന് വലിയ അഴിമതി നടത്തി എന്നതാണ് കേസ്. CBI കുറ്റപത്രം തയ്യാറാക്കി പ്രോസിക്യൂഷന് നൽകിയിരുന്നു. പ്രോസിക്യൂഷൻ അനുമതിക്കായി കാത്തിരിക്കുകയായിരുന്നു. അനുമതി വൈകിയപ്പോൾ ഹർജിക്കാരൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അപ്പോൾ 25-നകം സർക്കാരിനോട് മറുപടി നൽകാൻ കോടതി ആവശ്യപ്പെട്ടു. അതിന്മേലാണ് ഇന്ന് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന മറുപടി. CBI സമർപ്പിച്ച തെളിവിൽ പുതുതായി ഒന്നുമില്ല, അപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി വേണ്ട. ഇത് വായിക്കുമ്പോൾ നമ്മളൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇത്തരം വ്യാഖ്യാനങ്ങളെന്ന് പറയുന്നതായിരിക്കും ആവശ്യം. കഴിഞ്ഞ ദിവസം സ്മൃതി പരുത്തിക്കാട് ഞങ്ങൾക്ക് ചന്ദ്രശേഖരനെ അറിയാമല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടു. ചന്ദ്രശേഖരനെ എത്രത്തിൽ അറിയാവുന്നതാണ് പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അഴിമതി ആരോപണത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വേട്ടയാടി അവസാനം ആ മനുഷ്യൻ മരണപ്പെട്ടു പോയപ്പോഴാണ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ അദ്ദേഹം മൂന്നാം പ്രതിയാണ്. ആയിക്കോട്ടെ, അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ കോടതി. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കുറ്റക്കാരനല്ല, ഈ കേസ് റദ്ദാക്കണമെന്ന ഹർജിയും കോടതി തള്ളിയിട്ടുണ്ട്. ശ്രീ കാർത്തിക് ശശി, എവിടെയൊക്കെയാണ് ഐക്യപ്പെടൽ എന്നുള്ളത് ജനം കാണുന്നുണ്ടല്ലോ. എവിടേക്കാണ് ഐക്യപ്പെടൽ എന്നുള്ളത് ജനം കാണുകയാണ്. നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ പറയല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ CITU ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിരന്തരമായിട്ട് തൊഴിലാളികളുടെ എണ്ണത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ തൊഴിലാളികളുമായി റഫറൻഡത്തിൽ ഉൾപ്പെടെ ഞങ്ങളുടെ എതിർഭാഗത്ത് നിൽക്കുന്നത് CITU ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ CITU കൊണ്ട് INTUC കെട്ടാവുന്നതും INTUC കോൺഗ്രസ് വിരുദ്ധ സംഘടനയാണെന്നൊക്കെ പറയാനുള്ള നരേഷൻ കൈ വെച്ചാൽ മതി. തീർച്ചയായും ആ സമരം നമ്മൾ കാണാത്തതുകൊണ്ടാണ്. സമരത്തെ തള്ളിക്കൊണ്ട് ഈ ഘട്ടത്തിൽ നിങ്ങൾ ഒരു ലേഖനം എഴുതുമ്പോൾ നിങ്ങളുടെ ലേഖനത്തിന് ഉദ്ദേശിച്ച് ചോദ്യം ചെയ്യപ്പെടും കാർത്തിക് ശശി. സൗകര്യമുള്ളത് മാത്രമേ കാണാറുള്ളൂ. ശരി, ശ്രീ റെജി ലൂക്കോസ്, ഈ സമരം ഇങ്ങനെ നീണ്ടുപോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, അതൊരു വഴിക്ക് നടന്നോട്ടെ എന്ന നിലപാടാണോ സർക്കാരിന്? അല്ല, സർക്കാരിന് അങ്ങനെ പ്രത്യേക നിലപാടൊന്നുമില്ല. സർക്കാരിനെ സംബന്ധിച്ചോളം അവർ ചെയ്യുന്ന സമരത്തിനോട് അനുഭാവപൂർവമായ സമീപനമോ അല്ലെങ്കിൽ സമീപനം ഇല്ലായ്മയോ ഒന്നും അല്ല ഇവിടുത്തെ ചർച്ച എന്ന് പറയുന്നത്. ഇവിടെ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് മുഴുവൻ SUCയുടെ സംഘടന, തൊഴിലാളി സംഘടനയോട് എല്ലാവരും ഇവരെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. ഏറ്റവും വിചിത്രമായ ഒരു കാര്യം പറയാനുള്ള സമയം തരണം. ഇവിടെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വൈരുദ്ധ്യമായ രീതിയിലുള്ള സമര പിന്തുണയായിട്ട് വന്നത് രണ്ട് പ്രധാന രാഷ്ട്രീയ കക്ഷികൾ, ഒന്ന് BJPയും കോൺഗ്രസും. കേന്ദ്ര സർക്കാരിനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തേണ്ട ഒരു സമരത്തിന് കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷണ വലയം തീർത്തതിൽ കുറ്റകരമായ തെറ്റ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസാണ്. VD സതീശൻ ഉൾപ്പെടെയുള്ളവരാണ് ആദ്യം തന്നെ ഈ സമരവേദിയിൽ വന്ന് ഈ പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. സുരേഷ് ഗോപി 3 തവണ പോയി. ഡൽഹിയിലെയും കേന്ദ്രമന്ത്രി നഡ്ഡയെ കണ്ടിട്ട് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പോയ അദ്ദേഹം നഡ്ഡയെ കണ്ടതിന് ശേഷം പറഞ്ഞത് എന്താണ്? അത് ഈ ആശമാരെ മറക്കരുത്. അവർ പറഞ്ഞെന്താ, കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായം കിട്ടണമെങ്കിൽ ഒരുപാട് താമസമുണ്ട്, അതിന് ചില നടപടിക്രമമുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ വാദം എന്താണ്? ഇവർക്ക് 3 തവണ പിന്തുണ കൊടുത്തുകൊണ്ട് സമരപ്പന്തലിലെത്തി അവർക്ക് റെയിൻകോട്ടും തൊപ്പിയൊക്കെ കൊടുത്ത സുരേഷ് ഗോപി വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിഞ്ഞാന്ന് ശനിയാഴ്ച പറഞ്ഞ മറുപടി എന്താ മാധ്യമങ്ങളോട്? കേരള സർക്കാരിനെ ഇതിനകത്ത് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വഞ്ചനയല്ലായിരുന്നു വാസ്തവം പറയുന്നത് ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികളും ചെയ്തത്, ഇതിന് നേതാക്കന്മാർ ചെയ്തത്. എന്നാൽ INTUCയുടെ ഇന്നത്തെ ലേഖനം ഞാനും വായിച്ചു. കോൺഗ്രസിന്റെ സൈദ്ധാന്തിക സെല്ലിന്റെ ചെയർമാനും അവരുടെ INTUCയുടെ യുവജന സംഘ പ്രസ്ഥാനത്തിന്റെ ചെയർമാനും കൂടിയായ വ്യക്തി ഇന്ന് അതിൽ എഴുതിയിരിക്കുന്ന സംശയരൂപം ഈ സമരത്തിന്റെ കപടമുഖമാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ 10 ലക്ഷമായി ആശാവർക്കർമാർ ഈ രാജ്യത്തുണ്ട്. ഇത് 2007 ഈ സംവിധാനം വരുന്നത്. കേരളമാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത്. എന്നാൽ ഇവരെ ഒരു തൊഴിലാളികളായിട്ട് പോലും കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല. തന്നെയുമല്ല, നിരവധി തവണ CITUവിന്റെ INTUCന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയിട്ടുണ്ട്. അതൊന്നും പരിഗണിക്കാതെ കണ്ട് അവർക്ക് കൊടുക്കേണ്ട ശമ്പള വ്യവസ്ഥയിൽ ഒരു മാറ്റം വരുത്താത്ത കേന്ദ്ര സർക്കാരിനെ പരിഗണിക്കാതെ കണ്ട് അവർക്കെതിരെ ഒരു വാക്കുപോലും ഇണ്ടാതെ കണ്ട് കേരള സർക്കാരിനെതിരെ നടത്തുന്ന ഈ സമരം
അവരോടുള്ള സഹതാപവും അവരോടുള്ള സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഈ സമരത്തിന് പിന്നിലെ ദുരൂഹതയാണ് വാസ്തവത്തിൽ ഈ തൊഴിലാളി സംഘടനയല്ല ഇപ്പൊ പ്രേരിപ്പിച്ചിരിക്കുന്നത്. തന്നെയുമല്ല, BMS എന്ന് പറയുന്ന സംഘടനയുണ്ട്, അവരും പോലും ഈ സമരത്തിന് പിന്തുണ നൽകുന്നില്ല. ഉത്തരവാദിത്തമുള്ള ഒരു ട്രേഡ് യൂണിയനും ഇവരുടെ സമരത്തിനെ ഈ രീതിയിൽ പിന്തുണയ്ക്കാൻ പറ്റത്തില്ല. അവരെ പിന്തുണയ്ക്കും, അവരുടെ ഈ സമരത്തിന് പിന്നിൽ എന്നാണ്. ഇപ്പോൾ BMS പിന്തുണയ്ക്കുന്നില്ല എന്നാണോ നിങ്ങളുടെ പുതിയ ബോധ്യം? അല്ലല്ലോ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. BJP എന്ന് പറയുന്നത് BMSന്റെ പൂർണ്ണ രൂപമല്ലേ. BJP ആണ് ഈ കാപട്ടി വേട്ടിറങ്ങിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ടാണ് അത്ര ചോദ്യങ്ങൾ ആവർത്തിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ BMS സമരമുഖത്തു നിന്ന് പിന്മാറി നിൽക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? അവർ സമരം ചെയ്യേണ്ടത് അവരുടെ സർക്കാരിനെതിരെയാണെന്നുള്ള ബോധ്യം കൊണ്ട് അതിന് അവർ തീർച്ചയായിട്ടും ഇല്ല, അവരുടെ സർക്കാരിനെതിരെ ഈ രാജ്യത്തെ 7 സംസ്ഥാനത്ത് INTUC-യുടെ CIT-യുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇപ്പോഴും ഇതിനെതിരെ സമരം നടന്നുകൊണ്ടിരിക്കുക. കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് കൂട്ടി നൽകാത്തതിനെ കുറിച്ചും ഇവരെ തൊഴിലാളികളെ അംഗീകരിക്കാതിരിക്കുന്നതിനെ കുറിച്ചും ആ സമരങ്ങൾ ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. കേന്ദ്ര സർക്കാരിന്റെ നിരവധി സമരങ്ങൾ ബഹുമാനപ്പെട്ട INTUC സുഹൃത്തിന്റെ സംഘടന സഹിതം നിരന്തര സമരത്തിലാണ്. എന്നാൽ കേരള സർക്കാരാണ് ഇവരോട് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ. അതിന് പല വ്യാഖ്യാനങ്ങളായിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ ഇറങ്ങി. നിങ്ങളുടെ മാധ്യമങ്ങൾ ഈ സമരത്തെ കത്തിച്ചു നിർത്തി ഈ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ വാസ്തവത്തിൽ നിങ്ങൾ ദ്രോഹിക്കുകയാണ്. അതായതിന്റെ വസ്തുത. അത് സംയുക്ത സമരസമിതി, സംയുക്ത ട്രേഡ് യൂണിയനുകൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യം കിട്ടുന്നതിന് പകരം ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിലെ സർക്കാരിനെ മാത്രം ലൊക്കേറ്റ് ചെയ്യുന്നതിന്റെ, കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ? സംസ്ഥാനത്തെ LDF സർക്കാരിനെ ജനങ്ങളുടെ മുമ്പിൽ അപകീർത്തി ഉണ്ടാക്കാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, സംസ്ഥാന സർക്കാരിനെ അപകീർത്തി ഉണ്ടാക്കാൻ സംസ്ഥാനത്ത് സമരം ഇരിക്കുന്നു അല്ലേ? ഡൽഹിയിൽ പോയിട്ടാകണമായിരുന്നു സമരം. അല്ല, എന്താ സംശയക്കാര്യത്തിൽ സ്മൃതിയെ പോലുള്ളവര് ഈ പാവപ്പെട്ട ചുരുക്കം ചില ആശാവർക്കർ, ഞാനൊക്കെ ചർച്ചകൾ ഇവരെ പിന്തുണച്ച് സംസാരിക്കുന്ന ആളാണ്. ശ്രീ റെജി ലൂക്കസ്, ഈ പാവപ്പെട്ട എന്ന വാക്കിന് പല അർത്ഥമുണ്ട്. ഈ പാവപ്പെട്ട എന്ന വാക്കിന് പല അർത്ഥമുണ്ട്. സ്വന്തമായി ചിന്തിക്കാൻ കഴിയാത്ത, ബുദ്ധിയില്ലാത്ത, മന്ദബുദ്ധികളായ ആരൊക്കെയോ തെളിക്കുന്ന വഴിയിലൂടെ നീങ്ങുന്ന ഒരു സംഘം. അങ്ങനെയാണ് നിങ്ങൾ ആശാ സമരക്കാരെ, ആശാവർക്കർമാരെ, ഇപ്പോൾ 43 ദിവസമായി സമരം ചെയ്യുന്നവരെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ആ ഗണത്തിലാണ്. ആരാലോ നിയന്ത്രിക്കപ്പെടുന്ന, ആരുടെയോ കയ്യിൽ ചരടുള്ള ചരട് ഒരു പാവയായിട്ടാണ് അവരെ കാണുന്നത്. അതാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതാണ് ഇപ്പൊ താങ്കളും പറഞ്ഞത്. അത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുകാതൊരു ചൊല്ലുണ്ട്. ആർക്കാണ് ഉത്തരം മുട്ടിയത്? അവരുടെ സമരത്തെ കുറിച്ച് ഇവിടെ ചർച്ച നടത്തുമ്പോൾ ഇവിടെ ചർച്ച നടത്തുന്നവരാണ്. അല്ലല്ല സ്മൃതി വാസ്തവത്തില് സ്മൃതി, ഞാൻ കുറെ വർഷങ്ങളായല്ലോ സ്മൃതിയോടൊപ്പം ചർച്ചയ്ക്കിരിക്കാറുണ്ട്. സ്മൃതി, ഇപ്പൊ ഞാൻ പാവപ്പെട്ടത് എന്ന് പറഞ്ഞ എന്നൊരു വാക്കിനെ അതിന്റെ വ്യംഗ്യാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞ് അതിനെ വക്രീകരിക്കാൻ ശ്രമിച്ചതിനാണ് അവരെ പിന്നെ ധനികരെന്ന് പറയണോ? പാവങ്ങൾ എന്ന് പറയുന്നത് സഹയാത്രികന്റെ മാത്രം വാക്കല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത്. കാരണം ആശാവർക്കർമാരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്ന് പലയിടത്തായി കേൾക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. അവരെ ചെയ്യിക്കുകയല്ല, അവർ സമരം ചെയ്യുകയാണ്. അല്ല, അവർക്ക് നട്ടെല്ലുമുണ്ട്. അവരുടെ നട്ടെല്ല് തിരയാനൊക്കെ ഒരു നേതാവ് പോയിരുന്നല്ലോ, ഒരു മന്ത്രി പോയിരുന്നല്ലോ. അല്ല, അവരെ ഇത് ഞാനത് പറഞ്ഞു പൂർത്തിരിക്കട്ടെ. നിങ്ങൾ INTUC-യുടെ പിന്നെ ആ സുഹൃത്തിനോട് പറഞ്ഞ ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ തന്നെ അമ്പരന്ന് പോയി കേട്ടപ്പോൾ. ഞാൻ പറയട്ടെ, പാവങ്ങൾ എന്ന് പറയുന്നത് ആരെയാ? നിങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞു അവരുടെ ബുദ്ധിഹീനരായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചത് സത്യത്തിൽ അത് വളരെ ക്രൂരമായി സ്മൃതി. അങ്ങനെ പറയരുത്. ഞങ്ങളൊന്നും അങ്ങനെയൊന്നും വാക്കുകൾ ഉപയോഗിക്കത്തില്ല. അത് പാവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോടുള്ള സഹതാപം കൊണ്ട് അവർ സഹതാപം അർഹിക്കുന്നവർ തന്നെയാ. ശരി, കോവിഡ് കാലത്ത് ഞാനൊരു വിദേശയാത്ര വന്നു കഴിഞ്ഞപ്പോഴത്തെ എന്റെ വീട്ടിൽ 1-2 ദിവസം അവർ വരുമായിരുന്നു. നിങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങളൊക്കെ അവരുടെ സേവനങ്ങൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല കൺമുമ്പിൽ. അവരെ ഒരു കേന്ദ്ര സർക്കാർ അപമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ വാസ്തവത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടറിയുടെ തെരുവിലിറക്കിയതിൽ ഉള്ള ബുദ്ധിമുട്ട് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും തിരിച്ചറിഞ്ഞു. അത് ഉത്തരവാദിത്തപ്പെട്ട ട്രേഡ് യൂണിയനുകളും തിരിച്ചറിഞ്ഞു. ആ INTUC-യുടെ സുഹൃത്ത് പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. INTUC CPM-ന്റെ പോഷക സംഘടനയാണോ? അല്ലല്ലോ. ഇപ്പോൾ
റെജി ലൂക്കോസും ഇപ്പോൾ INTUSയുടെ പ്രതിനിധിയും പറഞ്ഞത് കണ്ടല്ലോ. ഇപ്പോൾ ഈ സമരം അനാവശ്യമാണ്, അല്ലെങ്കിൽ ഈ സമരത്തിലെ ആവശ്യങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ കഴിയുന്ന ആവശ്യങ്ങളല്ല. ഇപ്പോൾ ഇതിന്മേൽ നിങ്ങൾ ഇനി എത്ര ദിവസം സമരം ഇരുന്നിട്ടും കാര്യമില്ല എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ്. ഇതിൽ നിങ്ങൾക്ക് മറുപടി പറയാം. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി കേന്ദ്രത്തിൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആശാ വിഷയം എടുത്തിട്ടേയില്ല. അതിന് അങ്ങനെ ഒരു ആവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഇനി ഇവിടെ നിന്ന് പോകാനുള്ള സാധ്യത കുറവാണ് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ആരോഗ്യമന്ത്രി കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പറയാം എന്നാണ്. തിടുക്കമില്ല. അതെ, ഞങ്ങൾ ചെയ്യുന്ന സമരം അത് സംസ്ഥാന സർക്കാരിനെതിരെ അല്ല എന്ന് പറയുന്ന ആളുകൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ കാണാൻ കിട്ടുന്ന ഒരു അവസരത്തിലും അത് ഉന്നയിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എപ്പോഴാണ് ഇവർ ഉന്നയിക്കാൻ പോകുന്നത്? അപ്പോൾ കേന്ദ്രം തരുമെങ്കിൽ ഞങ്ങൾ തരാമെന്ന് പറയുകയും കേന്ദ്രത്തിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ അത് പറയാതിരിക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രി പോയി പറഞ്ഞിട്ടില്ല, ആരോഗ്യമന്ത്രി പോകുമെന്ന് പറഞ്ഞു, അത് പോയി കണ്ടിട്ടില്ല. ഇനി വീണ്ടും അതിനുള്ള സമയമെടുക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ KV തോമസ് സാറ് ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ലൈസൻസ് നടത്തുന്ന അദ്ദേഹം പോവും, പക്ഷേ ഇത് എന്ത് സംഭവിച്ചാൽ ഇത് മിണ്ടില്ല, തുറക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, അവർ നോക്കട്ടെ, എന്നാൽ നമുക്ക് ചെയ്യാം. മറിച്ച് എനിക്ക് മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ നേരത്തെ INTUC CITU പോലുള്ള യൂണിയനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങളുടെ ഈ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അത് ഏതെങ്കിലും ഒരു കേന്ദ്ര ട്രേഡ് യൂണിയനുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഘടനയല്ല. അതാണ് ആദ്യം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ സ്വതന്ത്രമായി സംഘടിപ്പിക്കപ്പെട്ട ആശാ വർക്കർമാരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന ആശാ വർക്കർ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ സംഘടനയാണ്. ഇതിനകത്ത് എല്ലാ വിഭാഗം രാഷ്ട്രീയ വിശ്വാസമുള്ള ആളുകളും ഉണ്ടെന്നുള്ളത് നമ്മൾ തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലല്ല. അതുകൊണ്ട് തന്നെ ഏത് പാർട്ടി അല്ലെങ്കിൽ ഏത് മുന്നണി അധികാരത്തിൽ വരുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. ഞങ്ങൾ എല്ലാ സമയത്തും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും. അതൊന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് HMS രാജ്യത്തെ ഏറ്റവും വലിയ 3ാമത്തെ തൊഴിലാളി യൂണിയനാണ്. അവരുടെ നേതാക്കൾ ഈ സമരപ്പന്തലിൽ വന്ന് അഭിവാദ്യം അർപ്പിച്ചു പോയി. ഒപ്പം തന്നെ INTUCയുടെ നിർമ്മാണ തൊഴിലാളി യൂണിയൻ അവർ വളരെ വലിയൊരു പ്രകടനവുമായിട്ട് വന്ന് അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് KP ഹരിദാസ് ഞങ്ങളുടെ സമരത്തിന് വന്ന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബോധ്യപ്പെടുന്ന ആളുകൾ വന്ന് പിന്തുണയ്ക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിന് മറ്റൊരു വശവുമില്ല. ഇനി ഡിമാൻഡ് എപ്പോൾ ഉന്നയിക്കണം, എവിടെ ഉന്നയിക്കണം എന്നതിനെ സംബന്ധിച്ച് സ്മൃതി, ഞങ്ങൾ കോവിഡ് കാലത്ത് ഈ വാഴ്ത്തപ്പെട്ട കോവിഡ് പോരാളികൾക്ക് മാസ്ക് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്തു. ഞങ്ങൾ സമരം ചെയ്യാൻ വന്നപ്പോൾ പോലീസ് പറഞ്ഞത് ഇവർ കോവിഡ് പരത്തും, കാരണം കോവിഡ് രോഗികളുടെ അടുത്ത് പോകുന്നതുകൊണ്ട് കോവിഡ് പരത്തുമെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ് വിഷയം? അന്ന് വേണ്ടത് മാസ്കാണ്. അന്നും 3-4 മാസത്തെ ഈ ഓണററി കുടിശ്ശികയുണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്രാഥമികമായ ഡിമാൻഡ് മാസ്ക് വേണം. കാരണം ഫീൽഡിൽ പോകണമെങ്കിൽ ഒരു സുരക്ഷാ ഉപകരണം പോലും സ്വന്തമായി ഇല്ല, അത് നൽകുന്നില്ല. ഞങ്ങളങ്ങനെ സമരം ചെയ്തിട്ട് തന്നെയാണ് അങ്ങ് മേളിലിടുന്ന ഉത്തരവ് താഴെത്തട്ടിൽ എത്തിക്കാൻ ഞങ്ങൾ സമരം കൊണ്ടാണ് സാധിച്ചത്. അപ്പോൾ ഏതൊരു സമരത്തിനും ഒരു ഹ്രസ്വകാല ഡിമാൻഡും ഒരു ദീർഘകാല ഡിമാൻഡും ഉണ്ടാകും. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ആശാ വർക്കർമാരെ ആരോഗ്യ വകുപ്പിൽ സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞത്. ഞങ്ങളങ്ങനെ പറയാൻ കാരണം ഒരു പ്രത്യേക മേഖലയിൽ ഒരു സ്ഥിര സ്വഭാവത്തിലുള്ള ജോലി സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് ആ സ്കീം തുടങ്ങുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നോ ഇല്ല എന്നതിനപ്പുറത്തേക്ക് അത് കാലങ്ങൾ മുന്നോട്ട് പോകെ അതിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുകയും അതിന് വേണ്ടുന്ന ചില നിബന്ധനകൾ ആവശ്യമാണെന്നും അല്ലെങ്കിൽ ചില വ്യവസ്ഥകൾ ആവശ്യമാണെന്നും സേവന വേതന വ്യവസ്ഥകൾ പുതുതായി നിർമ്മിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അന്ന് ഞങ്ങളോട് ഈ യൂണിയനിലൊക്കെ പറഞ്ഞത് ഇത് വോളണ്ടിയേഴ്സാണ്, നടക്കില്ലെന്നാണ്. പക്ഷേ അവരെല്ലാവരും ഈ ഡിമാൻഡിലേക്ക്, ഞങ്ങൾ വെച്ച ഡിമാൻഡിലേക്ക് ഇന്ന് എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഏതൊരു വിഭാഗം തൊഴിലാളികളും അവൻ ജീവിക്കുവാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പ്രക്ഷോഭങ്ങളെ അവൻ്റെ ഹ്രസ്വകാല ഡിമാൻഡും ദീർഘകാല ഡിമാൻഡും എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. കാരണം ഞങ്ങൾ ജനുവരി 25-ാം തീയതി ഈ ബജറ്റിന് മുമ്പ് സമരം നടത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞത് ഈ ബജറ്റിൽ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ, കാരണം 9 വർഷമാകുന്ന ഭരണത്തിലും എത്തുമ്പോൾ 1000 രൂപയായിരുന്നത് 7000 രൂപയല്ലേ ആയിട്ടുള്ളൂ. വലിയ വർധന ഉണ്ടായിട്ടില്ലല്ലോ. എല്ലാ വർഷവും 1000 രൂപ വെച്ച് കൂട്ടുമായിരുന്നില്ലല്ലോ. അങ്ങനെ കൂട്ടിയാൽ പോലും തികയില്ലല്ലോ. അപ്പോൾ ഈ വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടും ഞങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ച വിരമിക്കൽ പ്രായം 62 വയസ്സ് എന്ന് പറയുന്ന വിരമിക്കൽ പ്രായം ഞങ്ങളുടെ യൂണിയൻ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും CITUവിൻ്റെ മറ്റു യൂണിയൻ്റെ ആവശ്യപ്രകാരം 62 വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നും
വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്ന ആ തീരുമാനങ്ങൾ ആ ബജറ്റിൽ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും പ്രീ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് 20 ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനകത്ത് നിരവധി ആവശ്യങ്ങളുണ്ട്. എന്തിന്? ഫീൽഡിൽ പോയിട്ട് വന്നാൽ ആശാവർക്കർമാർക്ക് അവരുടെ സ്വന്തം PHSകളിൽ പബ്ലിക് ഹെൽത്ത് സെൻ്ററുകൾ ഇരിക്കാനൊരു മുറിയില്ല, വിശ്രമ മുറിയില്ല, അസുഖം വന്നാൽ ചികിത്സിക്കാൻ ഇടമില്ല. ഇന്ന് എല്ലാ രേഖകളും എല്ലാ സർവേകളും ഓരോരോ ആപ്പ് വഴി ചെയ്യുന്ന കാലത്ത് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ലഭ്യമല്ല. അവർക്ക് യൂണിഫോം ഇല്ല, ടെലിഫോൺ അലവൻസ് എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ്. അത് ഓർക്കണം. ഞങ്ങൾ സമരം ചെയ്തിട്ടാണ് 200 രൂപയുടെ ടെലിഫോൺ അലവൻസ് വന്നത്. പക്ഷേ ഇന്ന് ടെലിഫോണിൻ്റെ താരിഫ് ഉയർത്തിയിരിക്കുന്നുണ്ട്, അത് മതിയാവില്ല. ഇങ്ങനെ തുടങ്ങി ദൈനംദിന ജീവിതത്തിൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി ഡിമാൻഡുകൾ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഒന്നും തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ അടിയന്തരമായി ഈ ഓണററി വർധനവും ഈ വിരമിക്കൽ പ്രായം നിശ്ചയിച്ചിരിക്കുന്നത് 62 വയസ്സ് പിൻവലിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ യൂണിയനുകൾ മനസ്സിലാക്കേണ്ടത് നമ്മളെപ്പോഴും ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ അടിസ്ഥാന ഡിമാൻഡുകൾ മാത്രമല്ല ഉന്നയിക്കേണ്ടത്. അതുകൊണ്ടാണ് ഓണററി വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതിനകത്ത് ഒരു ആശങ്കയ്ക്കും ഇടയില്ലെന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ടല്ല എന്ന് ഞങ്ങൾ പറയുന്നത്. നോക്കൂ, നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കുന്നില്ല എന്ന് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ കേന്ദ്രമന്ത്രിമാർ വരുമ്പോൾ എന്താണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്? നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ലേ? അവരുടെ പ്രസംഗത്തിന് മുമ്പ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആളുകൾ വന്ന് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പിന്തുണയുടെ അർത്ഥമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങൾ അത് വർദ്ധിപ്പിച്ചെടുക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാണ്. കോൺഗ്രസ് നേതാക്കളോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഈ പന്തലിൽ വന്ന് ഞങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ പിന്തുണയ്ക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മതിയായ ഓണററിയം കൊടുക്കണം. ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്മൃതി. അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരേ കാര്യം ഒരേ പല്ലവി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇതിനെയൊക്കെ അവഗണിച്ച് കളയണം. ഇതിപ്പം മന്ത്രിമാരും അവരുടെ രാഷ്ട്രീയ നേതാക്കളും എല്ലാം ഒരേ കാര്യം ആവർത്തിക്കണം. ഇവർ യാഥാർത്ഥ്യ ബോധമില്ലാതെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാർത്തിക് ശശി, ഇപ്പോൾ മിനി ഇപ്പോൾ പറഞ്ഞതിനോടുള്ള നിങ്ങളുടെ മറുപടി എന്താണ്, പ്രതികരണം എന്താണ്? അല്ല, ഒന്ന് AUTUC അല്ലെങ്കിൽ SUC ഞങ്ങളുടെ അറിവ് അങ്ങനെയാണ്. കാരണം മിനി ചേച്ചി എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ടാണ്. അപ്പോൾ SUCയുടെ ഭാഗമായി നിന്നയാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ AUTUCയുടെ സമരം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സ്വാഭാവികമായിട്ടും അവര് ഇനി ഒരിക്കലുമല്ല, അത് തെറ്റായ പ്രസ്താവനയാണ്, പിൻവലിക്കണം. ഞങ്ങൾ ട്രേഡ് യൂണിയൻ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആശാ വർക്കർമാരുടെ ഒരു തൊഴിലാളി സംഘടനയാണ്. അത് AUTUCയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടില്ല. ട്രേഡ് യൂണിയനിലും അഫിലിയേറ്റ് ചെയ്യാതെ സ്വതന്ത്രമായി ഞാൻ ചോദിക്കുന്നത് അതാണ്. SUCയുടെ സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശ്രീമതി മിനി അവർക്ക് SUCയുടെ നേതൃനിരയിലുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ AUTUC ആയിട്ട് ബന്ധമില്ല എന്നുള്ളതാണ്. ഈ യൂണിയനിൽപ്പെട്ട ആളുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ എന്താണ് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഈ യൂണിയനിലുണ്ട് എന്ന് വിചാരിച്ചാൽ അത് ആ ആളുകളുടെ യൂണിയനായിട്ട് അത് മാറാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ വിശ്വാസം ന്യായമായിട്ടുള്ളൊരു സംശയം എന്ന നിലയിലാണ് ചോദിച്ചത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ലല്ല, ഒന്ന് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കാരണവശാലും ആശാ വർക്കറിൻ്റെ സമര നേതാവ് എന്ന നിലയിൽ കൂടി തിരിച്ചറിയേണ്ടതാണ്. INTUC സമരത്തെ സംബന്ധിച്ചിടത്തോളം സമരത്തെ ഒരു കാരണവശാലും തള്ളി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ട്രേഡ് യൂണിയൻ്റെ നിലപാടാണ്. ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടേതായിട്ടുള്ള നിലപാടാണ്. ഇപ്പോൾ അല്ലാതെ ഇവിടെ ഇപ്പോൾ ഇതിനു മുമ്പ് സംസാരിച്ച ശ്രീ റെജി ലൂക്കോസ് ഒന്നും പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സംവിധാനത്തിൻ്റെയോ ഒന്നും ഒരു തരത്തിലുള്ള പിന്തുണ വേണ്ട. ഇവിടെ ആശാ വർക്കറിൻ്റെ സമരത്തെ ഏതെങ്കിലും തരത്തിലുള്ള അപമാനിച്ചവർ പറഞ്ഞ ഒരു അപമാനത്തോടും ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല എന്നുള്ളത് കൂടി തന്നെ ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് തന്നെയാണ് സ്റ്റാൻഡ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് INTUCയുടെ സമരത്തിന് INTUC സമരം അത് ഒരു ജനാധിപത്യ അതുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അല്ല സ്മൃതി ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഈ SUC എന്ന് പറയുന്ന സംഘടന കേരളം എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യമാണോ? കേരളത്തിൽ മാത്രം സമരം ചെയ്യുന്നുള്ളൂ? 1750 രൂപ മാത്രം ഓർഡററി കൊടുക്കുന്ന UP സർക്കാരിന് സെക്രട്ടേറിയറ്റ് മുമ്പിൽ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല? 3000 രൂപ മാത്രം കൊടുക്കുന്ന ഗുജറാത്തിലും രാജസ്ഥാനിലും എന്തുകൊണ്ട് പോയി സമരം ചെയ്യുന്നില്ല?
കേരളത്തിൽ മാത്രം സമരം ചെയ്യുന്നതിന്റെ ദുരൂഹതയും അതിലെ കാപട്യവുമാണ് INTUC മുഖപത്രത്തിൽ എഴുതിയ പോലെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ചോദ്യം ഒരുപാട് ചോദിക്കാനുണ്ട്. അതുകൊണ്ട് ഈ വ്യാജ സമരത്തിൽ നിന്നും ആ തൊഴിലാളികളുമായിട്ട് സംയുക്തമായി വിവിധ സംസ്ഥാനങ്ങളിൽ സമരം നടന്നിട്ടുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, മറ്റു ദിവസം ആകട്ടെ. വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്, കാർത്തിക് ശശി, എസ് മിനി, പ്രമോദ് പുഴങ്കര ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.